ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള ചക്കട തയ്യാറാക്കിയാലോ. അപ്പോൾ ചക്ക വരട്ടിയത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചക്കട തയ്യാറാക്കുന്നത്. ചക്ക വരട്ടിയത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു അട തയ്യാറാക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള ചക്കട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്, അതായത് അപ്പം, ഇടിയപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ പൊടി ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്, അപ്പോൾ അട ഹാർഡായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോയാലും ഇത് നന്നായിട്ട് വരില്ല. പിന്നെ അരിപ്പൊടിയുടെ അളവും ഒരുപാടാവരുത്. ചക്ക വരട്ടിയതിൻ്റെ അളവായിരിക്കണം ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴായിരിക്കും ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ വരിക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം. കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് വന്നാലും ചക്കട നന്നായിട്ട് വരില്ല, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അടയ്ക്ക് തീരെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കര എക്സ്ട്രാ ചേർക്കുന്നില്ല, കാരണം ചക്ക വരട്ടിയതിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ അരിപ്പൊടി വളരെ കുറച്ച് അളവിൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ചക്ക വരട്ടിയത് 1 കപ്പ് അളവിലും അരിപ്പൊടി 1/2 കപ്പ് അളവിലുമാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് അളവിൽ വെള്ളം, അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അളവായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ. അപ്പോൾ അരിപ്പൊടി വറുത്തതായിരിക്കണം, അത് നിർബന്ധമാണ്, എന്നാലായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി നാളികേരം ചെരുക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ലൂസായിട്ട് വന്നോളൂ കേട്ടോ. ഒരുപാട് ലൂസായിട്ട് വന്നാലും നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 കപ്പ് അളവിലാണ് നാളികേരം ചിരുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ചിരുകിയത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുമ്പോൾ തന്നെയാണ് ചക്കട കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി യോജിച്ച് വരണം. അവിടെ ഇവിടെയും മിക്സ് ആവാതെ ആ ഒരു രീതിയിൽ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. ഈ അടയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് ഫില്ലിങ് അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വെച്ച് കൊടുക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്, നല്ല തിന്നായിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നതും. അപ്പോൾ ചൂടുള്ള ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് നമ്മൾ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ലൂസായിട്ട് മാറും. കാരണം ചക്ക വരട്ടിയത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണല്ലോ ഇരിക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫ്ലേവർ ആയാലും നന്നായിട്ട് വരില്ല. ഇനി എല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടും ഇരിക്കരുത്, അതുപോലെ ഒരുപാട് ടൈറ്റായിട്ടും ഇരിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കൈമ അങ്ങനെ ഒരുപാട് ഒട്ടാത്ത രീതിയിലായിരിക്കണം ഇത് ഉണ്ടായിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില കഴുകിയതിന് ശേഷം തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി വാഴയിലയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ അടയൊക്കെ പരത്തിയെടുക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ട്രഡീഷണൽ റെസിപ്പി എന്നൊക്കെ പറയാം. പിന്നെ ചക്കട എന്നൊക്കെ പറയുമ്പോൾ പലരും പല രീതിയിലല്ലേ തയ്യാറാക്കുക, പ്രാദേശികമായിട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുളി എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ നനച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇലയുടെ ഒരെൻഡിൽ നിന്നാണ് പരത്തി തുടങ്ങുന്നത്. ചിലവർ ഇലയുടെ സെൻറ്ററിൽ വെച്ചിട്ട് 2 ഭാഗത്തേക്കും അങ്ങനെ പരത്തിയെടുക്കാറുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. എങ്ങനെയാണെങ്കിലും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോഴായിരിക്കും ചക്കടയൊക്കെ ടേസ്റ്റി ആയിട്ട് മാറും. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ അത്ര നന്നായിട്ട് തോന്നില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല എത്ര മാക്സിമം നിങ്ങൾക്ക് തിന്നാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചക്ക വരട്ടിയതിൻ്റെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട മധുരത്തിൻ്റെ അളവിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ചേർത്തിട്ട് തയ്യാറാക്കിയ ചക്ക വരട്ടിയതാണ്. ഇത് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നമുക്ക് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ചക്കട, അതുപോലെ കുമ്പിളപ്പം, അതുപോലെയുള്ള സംഭവങ്ങൾ, ട്രഡീഷണൽ റെസിപ്പീസ്, ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിക് റെസിപ്പീസ് എന്നൊക്കെ പറയാം. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കഴിച്ചിരുന്ന സംഭവങ്ങളാണ്. പക്ഷെ പുറത്തുള്ളവർക്കൊക്കെ കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചക്ക വരട്ടിയത് ഇപ്പോൾ നിങ്ങൾക്ക് ബേക്കറികളിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് ഈസി ആയിട്ട് വാങ്ങിച്ച് തയ്യാറാക്കാവുന്നത് തന്നെയല്ലേ ഉള്ളൂ. അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കുക. കൈ നനച്ചതിന് ശേഷം പരത്തിയെടുക്കുക നല്ല തിന്നായിട്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലാന്ന് അറിയാം, പക്ഷെ പലരും ചക്ക വരട്ടി ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ പുറത്തു നിന്ന് ചക്ക വരട്ടി ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കര, അതായത് മധുരത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയെടുക്കുക, അതിനുശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാതിരിക്കുക. അപ്പോൾ പിന്നെ ഇത് ഒരുപാട് ലൂസായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അരിച്ചെടുക്കുക, അതും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മടക്കി കൊടുക്കണം ഈ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ മടക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ 3 മടക്കായിട്ട് അങ്ങനെ ഇതുപോലെ മടക്കിയെടുക്കുക. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഇനി എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ പരത്തി നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപയോഗിച്ച്, അതായത് ഈ ഒരു അളവ് 1/2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് അളവിൽ ചക്ക വരട്ടിയതും കൂടി ഉപയോഗിക്കുമ്പോൾ 6 ചക്കടയാണ് കിട്ടുന്നത് കേട്ടോ. അതായത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്ന ചക്കട. അപ്പോൾ തിന്നാവുമ്പോൾ തന്നെയായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് മാറുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചക്കട എല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ചക്കട ഉണ്ടെങ്കിൽ എല്ലാം കൂടി വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് കുക്കായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ 6 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനതെല്ലാം ഒരുമിച്ച് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒരേ ഡയറക്ഷനിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ, ഇനി നമുക്കിത് അടച്ചതിന് ശേഷം ഇത് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് കറക്റ്റായിട്ട് സ്റ്റീമായിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇലയിൽ നിന്ന് പെർഫെക്റ്റായിട്ട് വിട്ട് വരും. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ ചൂടോട് കൂടിയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചക്കട റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ചക്കട എന്ന് പറയുമ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഒരുപാട് മധുരമായാലും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ലല്ലോ. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചക്ക വരട്ടി ഇത് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അടുത്ത ചക്കയുടെ സീസണിൽ എന്തായാലും നമുക്ക് ചക്ക വരട്ടി ഇതിൻ്റെ റെസിപ്പി കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടിയോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. കുട്ടികളൊക്കെ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന, അതായത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയല്ലേ, പഴയകാല ഒരു സ്നാക്ക് എന്നൊക്കെ പറയാം. കണ്ടില്ലേ, നല്ല തിന്നായിട്ട് തന്നെയാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ് കൊടുത്തുകൊണ്ട് അങ്ങനെ അട തയ്യാറാക്കാട്ടോ. നാളികേരം, ശർക്കര, ചക്ക വരട്ടിയത് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ് വയ്ക്കാം, അല്ലെങ്കിൽ നാളികേരം ശർക്കരയും തന്നെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കടയുടെ ഒരു റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചക്ക, അതായത് പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ ചക്ക വരട്ടി ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ചക്കട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, പറ്റുന്നവരൊക്കെ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.